गाइस वेलकम बैक टू आवर चैनल। तो हम आ गए हैं वापस बिल्कुल एक न्यू मूवी के साथ और आज जिस मूवी पे रिएक्ट करने जा रहे हैं वो है सर्वम माया। और यार देखा जाए तो ये मूवी इसकी अगर लैंग्वेज की बात करें तो ये मलयालम में है और अगर इसकी स्टारिंग की बात करें तो निविन पॉली है, इसमें रिया शिबू है एंड आजू है। और देखते हैं कि कैसे होने वाली है। 2025 में ही रिलीज हुई है, तो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। ये कौन है? ഓർക്കസ്ട്രയുടെ ലിസ്റ്റാ ഇത് ലാസ്റ്റ് പാട്ടാ അനൗൺസ് ചെയ്യുമ്പോ അവസാനം എന്റെ പേര് കൂടെ പറഞ്ഞേക്കണേ. ഗ്രൂപ്പ് മാനേജർ സജി പട്ടാമ്പി. എന്താ സജി പട്ടാമ്പി? ठीक है ठीक है। എടാ റസാക്കെ, യൂറോപ്പ് ട്രിപ്പിന്റെ വിസ വന്നടാ. അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുണ്ട് സഹിച്ചേട്ടാ. ഷടാ എന്തു പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗാ. ആരടാ? किसका वीजा? जो गाना गा रहा है उसका ही तो नहीं है कहीं? കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ സേവിയർ ലിൻഡോ ओके। വയലിൻ സെറ്റപ്പ് ഫുൾ ഉണ്ട്. തുമ്പ ജോയ് जॉय തുമ്പ ജോയും ഉണ്ട്. തബല സുരേന്ദ്രൻ कोई सिंगर का तो नहीं है? मुझे नहीं लग रहा मेन ആ വള്ളികെട്ടി ചാക്ക കിടക്കുന്നുണ്ട്. പ്രബേന്ദു ഇലക്ട്രിക് ഗിറ്റാർ मेन ही बंदे वही। റസാക്കെ, നമ്മുടെ പ്രബന്ധന വിസ ഇല്ലാത്തത്. प्रबंधु कौन है? वो कौन है? उसको कैसे देख रहा है? उसको बोलेगा कैसे वो? यार देखना प्रबंधु ना। अंकल देखना कैसे सो रहा है यार। ഓക്കെ ഓക്കെ ഇനി ഞാൻ കുറച്ച് മയങ്ങട്ടെ. थोड़ा आप सो ही रहे हो अंकल। പ്രഭേ, प्रभा എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. ओ कितना एक्साइटेड है ना। ആ അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്, അപ്പൊ സാധനമൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞാ എന്താണ്? അപ്പൊ എന്നോടൊന്നും ചോദിക്കണ്ടേ? ഒറ്റ സെക്കൻഡ്, ഈ OTP സെറ്റ് ചെയ്തോട്ടെ. നിക്ക് അടിക്കല്ലേ. എടാ, ഇലക്ട്രിക് ഗിറ്റാർ കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. हो अभी बता ही दिया। അവിടെ സാറിന് കോഴി പൊരിച്ചെടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യലാ. കാട ഫ്രൈ ഉണ്ട്, ഓർക്കും കുറുക്കുണ്ട്. കിടുവാ. वाह यार ये तो വെജ് प्रभा को बहुत बुरा लगेगा यार। എടാ, ഇത് സദ്യൊന്നും അല്ലല്ലോ ഇങ്ങനെ വിളമ്പാൻ. നിനക്ക് പണം തരണ്ടേ? ഈ കുരുത്തം കട്ടവും എല്ലായിടത്തിനും പോയിട്ട് തന്നെ ചോദിക്കോ? എല്ലാവർക്കും ഓംലെറ്റിനുള്ള ബഡ്ജറ്റിന്റെ കമ്മിയാണ്. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? ഓ, അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. वाह ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ആ, ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോ ആ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്ക്. ആ ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനാ. പിന്നെ പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. പ്രഭു ചേച്ചി അവന്റെ बेचारा मैम बोल दिया ഞാൻ उसको। നിന്നെ ആശ്വസിപ്പിക്കാന്ന് കരുതരുത്. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? 2 മാസത്തിന് താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടണോ? ഓ, പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ, നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ. നിന്റെ ഈഗോ കാരണല്ലേ പൂണൂലും പൊട്ടിച്ച് പാന്റ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്.
ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. Not ego. वही അല്ല പറയുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പം A.R. റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിലെ ചോറും പൊതിഞ്ഞ് അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നെങ്കിലേ നമ്മൾ ഇന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റും. बिल्कुल भी नहीं. പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നിന്റെ ഈ പാഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആള് നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അതൊക്കെ വല്ലപ്പോഴേ നടക്കുന്നുള്ളൂ. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛന്റെ സപ്തതി ആഘോഷത്തിന് പോകും. നിന്റെ ഏട്ടൻ കുറെ വിളിച്ചതല്ലേ? ശരിയാവൂല. അതേ यार बेचारा. അച്ഛന്മാര് ഒരു 10-70 വയസ്സോ കഴിയുമ്പോ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രം. നീ ഈ സമയത്ത് കയറി സെറ്റിൽ ആവടാ. ഫുഡ്, റെന്റ്, ഇതിന്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? वही പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? മോനെ കാടമുട്ടയുണ്ടാ? मतलब कि मुट्टा है क्या? जाओ अपने पिता की 17th बर्थडे पे किया. ഹിന്ദു, നീ വരില്ലെന്നറിയാം. എന്നാലും നിനക്ക് എപ്പോ ഒഴിവുണ്ടെങ്കിലും ഇല്ലത്തൊന്ന് വന്നാൽ അച്ഛനത് വലിയ സന്തോഷവും. പുറമെ അച്ഛനത് കാണിച്ചില്ലെങ്കിലും വല്യച്ഛനും നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. തിരക്കാണ്, നോക്കട്ടെ. यार चले जाओ यार. तो सुंदर है. वाव, पूरे ग्रीनरी. Nature loving. चले क्या प्रभा? इलेक्ट्रिक गिटार के साथ अपने. वाह, हर जगह लिखा हुआ है. इसके पापा तो बहुत अमीर लग रहे हैं यार. फेमस है. ആദി, നോ, വിൽ ഗെറ്റ് ഹേർട്ട്. എപ്പോഴായിരുന്നു എന്ത് പാസിംഗ് നിങ്ങൾ എന്ത് കണ്ടു? 3 വെച്ചിട്ട് പോകും കേട്ടോ. എടോ, അച്ഛന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വണ്ടി നിർത്തിയ ഫ്ലക്സ് ഒന്നുകൂടെ മര്യാദയ്ക്ക് വായിച്ചു നോക്ക്. മരിക്കുമ്പോൾ മാത്രമല്ലോ ഫ്ലക്സ് വെക്കുന്നത്. ആ ആ എന്താ തുളസി? ആ വാട്ടർ ഫിൽറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. മിനിസ്റ്റർ പോയ ഉടനെ അച്ഛനോട് പറയാം. ഓ यार वाह यार, पापा का तो बढ़िया से बर्थडे बन रहा है. മൂത്തയാള് ദീപാങ്കരൻ എന്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? ഏയ് അല്ല, ഏതു നേരവും വിദേശത്താ. ഒക്കെ VIP പൂജകള്. ഇന്ന് രാത്രി കെനിയക്ക് പോവാ. അവിടെ ദുബായി. താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. ഇതാണ് ഭാര്യ. താഴെയുള്ള ആളെവിടെ? അയാള് വരാൻ വൈകും, നമുക്കെടുക്കാം. ആയിക്കോട്ടെ. आ गया क्या? തരണേ. और जब छोटा बेटा आएगा तो भाई उनकी तो चेहरे पे जो खुशी होगी ना. वो गिटार भी लेके आया है. वाह. ഇന്ദുട്ടി എന്താ ഇതിലെ കയറണേ? അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസി ചേച്ചി അച്ഛന് നിൽപ്പുണ്ടായിരുന്നു. ഒരു സീൻ ഒഴിവാക്കാൻ കരുതി. ഇതിലെ ആവുമ്പോ പപ്പുനെ കണ്ടും കയറാലോ. और जब പപ്പൂന്നല്ല, ഈ പപ്പു അമ്മ എന്ന് വിളിക്കേണ്ടി अंकल पप्पू. ഇന്ദുട്ടിയുടെ അമ്മ അമ്പലത്തിന്റെ പിറകിന്ന് ഇവനെ എടുത്തിട്ട് വരുമ്പോഴേ എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 4ാം നാളാ. അവളിപ്പോ 5ാം ക്ലാസ്സിലായി. ശരിക്കും അമ്മ പോയ പിന്നെ നിന്റെ ഉഷാറൊക്കെ പോയല്ലേ? അവന്റെ മാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെ. अच्छा, इसकी मम्मी नहीं है. यार ये मिल भी नहीं रहा है किसी से बर्थडे पे. ये कौन है? दादू शायद. इंदु बोलते हैं. മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്. ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാട്ടിക്കുന്നത്? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം अरे यार अंकल. വെല്ലിച്ചന്റെ മെയിൻ ആളെത്തിയല്ലോ. ഹിന്ദു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. എടോ, താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഹാൻഡിൽ ചെയ്യേ. ആ വെല്ലിച്ച, ഒരു ഡൗട്ട്. ഈ കെനിയയിലെ ഹോമത്തിന് അഗ്നി കൊടുക്കേണ്ടത് കരിങ്ങാലിയുടെ ചമതം കൊണ്ടാ. അതിപ്പോ ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസാ. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ ഇപ്പൊ എടുക്കാൻ പറ്റുക?
ശുഭകാര്യത്തിനല്ലേ ഹോമം? അതെ അതെ. കൂവളം ചെറിയ കക്ഷകളാക്കി ചമതയാക്കിയാ മതി. രക്ഷപ്പെട്ടു. കൂവള സ്റ്റോക്കുണ്ട്. അപ്പൊ അത് ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? നമ്മുടെ ക്രോണിക് ബാച്ചിലർക്ക് പറ്റിയൊരു കെനിയൻ സുന്ദരീനെ കൊണ്ടുവരും. അത് മതി. പക്ഷെ നമ്പൂരിക്കുട്ടി ആയിരിക്കണം. ब्राह्मण समुदाय की അപ്പൊ यार, ये तो टिपिकल ब्राह्मण फैमिली है. ആ പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസയും കൊടുക്കണ്ടെന്ന് കേട്ടു. നീ പൂടൂലിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത്. നീലകെട്ടന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഈ കുടുംബക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരുന്നേ. നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ? ഈ കയ്യിലിരിപ്പിനെ എനിക്ക് തൊടാനും പറ്റും, കേൾക്കാനും പറ്റും. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി. അറിവില്ലായ്മ കൊണ്ടാണ് ഈ വിവരമില്ലാത്തവരോട് ഒന്നും തോന്നുന്നത്. He's so dramatic. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കാനെന്ന് ഓർമ്മിക്കണേ. हे प्रभु, अरे यार, പ്ലീസ് ഡോണ്ട് മൈൻഡ്. please don't mind. Okay. इसका शायद फर्स्ट इलेक्ट्रिक. हाँ, मुझे लग रहा है ये इसको पैशन है बहुत. इसका पैशन है. ഒക്ടേവിയോ നമഃ. ഒക്ടേവിയോ. രൂപേഷേ, ഓർഡറി മേഡമാണ്. ऐसा है यार, कितना फनी. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. ശ്രീകുട്ടാ. ഓഹോ. सिर्फ 500 रुपए और खुशी देखना. वाह, 500 रुपए. वाह. वही ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. 10 रुपए. ശ്രീകുട്ടാ, തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. अरे यार, ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എന്താ അതിനിപ്പോ എന്താ? सबने 10-10 रुपए निकाले हैं. सबने मेरे 500 निकाले थे. ആ ചൂലൊന്ന് വർക്ക് ഉണ്ടോ നോക്കി. ചൂലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ, പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ തരേണ്ടി. ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ടാ. നടത്തി പിടിക്കണം. നിനക്കും കൂടെ വേണ്ടിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നത്. अच्छा, നിങ്ങൾ എനിക്ക് പകരം വേറെ പരികർമ്മിനെ അന്വേഷിച്ച്. അയ്യേ, ഞാൻ അങ്ങനെ ചെയ്യുമോ? അയ്യോ, ഒരു മിനിറ്റ്. ആ ശ്രീകുട്ടൻ തട്ടിപ്പ പരികർമ്മയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം ഞാനിങ്ങനെ പറഞ്ഞാല് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. वाह. എനിക്ക് അറിഞ്ഞൂടെ രൂപേഷേട്ടാ. പിന്നെ ആ മാഡം തന്ന 500 രൂപ അത് ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. രൂപേഷേട്ടാ ഹാപ്പിയല്ലേ? वो खुश हो. खुद इसको बेचारे को 50 रुपया मिला पूजा करने के बाद. यार, ഇന്ത്യയുടെ ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പാ, സപ്തതിയുടെ സദ്യ ഗംഭീരായിരുന്നു. ലേറ്റ് ആയി ഒന്നും എല്ലാം കഴിക്കാൻ പറ്റിയില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോ സ്വന്തം പേര് ഇങ്ങനെ പറയുന്നത് വളരെ ബോറാണ് അച്ഛാ. ഹലോ, അമ്മ ഫോണിൽ തന്നെ. വല്യച്ഛൻ എങ്ങനെയുണ്ട്? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ, നിനക്ക് തോർത്തെടുക്കണോ? വേണ്ട, നമ്മളെ കൊടുത്ത് പോയിട്ട് വരാം. സുന്ദരനല്ല. ചെറിയമ്മയുടെ മൊബൈൽ എന്താ? അനഘയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പ് अंधा. എന്തിനാ കാണിക്കണം? ഞാൻ അവളെ ശല്യപ്പെടുത്തൊന്നുമില്ലല്ലോ. എടാ, നമ്മുടെ സെമിയിൽ ഔട്ടായിരുന്നു. അപ്പാരെ അടിക്കുന്നതെന്ന് അറിയാലോ. ആ പാമ്പനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഈ മാണമില്ലല്ലോ. अरे यार, बहुत ही कमाल की लग रही है ये मूवी. इतना तो हम लोगों को पता लगा है, जो इंदु है बेसिकली वो एक ब्राह्मण फैमिली से बिलोंग करता है. टिपिकल ब्राह्मण फैमिली से जो अपनी बिल्कुल ट्रेडिशन से ऑपोजिट चल रहे हैं. Exactly, और उनके अब पापा का बर्थडे है तो वो लोग वो सेलिब्रेट करेंगे. वही, और वो गांव में आए हैं अपने 2-2.5 महीने के लिए. बाकी देखते हैं कि क्या होने वाला है आगे तक, कुछ अभी तो पता नहीं लगा है. तो गाइज, यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पर नहीं तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं कौन के साथ, तब तक के लिए बाय.